Hi friends, welcome to my class. So, നമ്മൾ ഇന്ന് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഏതാണ്? സൈഡ് ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആൻഡ് വെർട്ടിക്കൽ അലൈൻമെന്റ്. സോ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് along the road surface which is visible for a driver from a specified height above the carriageway is called the side distance at a point. Okay, so side distance എന്ന് പറയുന്നത് എന്താണ്? ഒരു വെഹിക്കിളിൽ ഇരിക്കുന്ന ഡ്രൈവറിന് കാണാൻ പറ്റുന്ന ആ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് along the road surface which is visible for a driver. Okay, so the actual distance that is observed along the road surface which is visible for a driver from a specified height above the carriageway is called as the side distance at a point. Okay, so side distance എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെഹിക്കിളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ. ഓക്കെ, ആ ഒരു പേഴ്സന്റെ ഹൈറ്റിനനുസരിച്ച് ആ പേഴ്സണ് കാണാൻ പറ്റുന്ന ആ പേഴ്സന്റെ ഹൈറ്റ് സൈറ്റ് ലെവലിനനുസരിച്ചുള്ള കാരേജ് വേയിലെ ആ ഒരു ഹൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈഡ് ഡിസ്റ്റൻസ്. ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the distance will let the driver see all the stationary and the moving object in front of the vehicle. Okay, so ആ ഒരു പേഴ്സണ്, സോ ആ ഒരു ഡ്രൈവറിന് മുമ്പിലുള്ള സ്റ്റേഷനറി ആയിട്ടുള്ളതും മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്ന അത്രയും ആ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so restriction to side distance, then അതിൽ പറയുന്നതാണ് vertical submit curves, then at a horizontal curves, then at intersections. Okay, so at a vertical submit curves, at a horizontal curves, at intersections. So അതിലൊക്കെയാണ് എന്താ സൈഡ് ഡിസ്റ്റൻസിന് ഇന്റർസെക്ഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, റെസ്ട്രിക്ഷൻസ് വരുന്നത്. ഓക്കെ, so next side distance depends on features of road ahead. Okay, so the side distance depend ചെയ്തിരിക്കുന്ന എന്തിനൊക്കെയാണ്? Features of the road ahead. Okay, features of the road അനുസരിച്ച്, then height of the driver's eye and above the road surface. Okay, so the side distance depend ചെയ്തിരിക്കുന്ന എന്തിനൊക്കെ ആയിരിക്കും? Features of the road. Okay, റോഡിന്റെ ഫീച്ചേഴ്സിനനുസരിച്ച് features of the road, then height of the driver's eye. Okay, height of the driver's eye above the road surface, then height of the object above the road surface. So height of the object, so height of the driver, height of the object, then features of the road. ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. then IRC സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എന്താണ് പറയുന്നത്? IRC കോഡിൽ പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ് ഐ എന്ന് പറഞ്ഞാൽ അറ്റ് 1.2 മീറ്റർ ആയിരിക്കും. ഓക്കെ, 1.2 മീറ്റർ ഹൈറ്റിലായിരിക്കും എന്ത്? ഹൈറ്റ് ഓഫ് ഡ്രൈവേഴ്സ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതൊക്കെ പ്രോബ്ലത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊന്ന് ഓർത്തിരുന്നോളൂ ഈ വാല്യൂ. സോ IRC കോഡ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ആണ് ഹൈറ്റ് ഓഫ് ഡ്രൈവേഴ്സ് ഐ എന്ന് പറയുന്നത് അറ്റ് 1.2 മീറ്റർ ഹൈറ്റിലായിരിക്കും. ഓക്കെ, ദെൻ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.15 മീറ്ററിലായിരിക്കും ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ എന്താണ് നമ്മൾ പറയുക? ഒരു കർവ് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ഒരു പോയിന്റ്. ഓക്കെ, then ഇവിടെ ഇരിക്കുന്ന ഒരു പേഴ്സൺ. സോ പേഴ്സന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.2 മീറ്റർ. ദെൻ ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.15 മീറ്റർ. സോ ഇതിനെ കാണാൻ വേണ്ടി എടുക്കുന്ന ആ ഹൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, then സൈഡ് ഡിസ്റ്റൻസ് കൺസിഡറേഷൻ ഇൻ ഡിസൈൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് സൈഡ് ഡിസ്റ്റൻസ് കൺസിഡറേഷൻ ഇൻ ഡിസൈൻ. then in the geometric design of roads mainly 3 sides distance are taken into consideration. so നമ്മൾ സൈഡ് ഡിസ്റ്റൻസ് നമ്മൾ ഏതൊക്കെ സൈഡ് ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്? 3 types of side distance ഉണ്ട്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് SSD, then overtaking side distance OSD, then ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ISD. സോ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ SSD എന്ന് പറയുന്നത് എന്താണ്? SSD, ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓർ അബ്സല്യൂട്ട് minimum side distance. Okay, so stopping side distance or absolute minimum side distance. Okay,
ദെൻ ISD എന്ന് പറയുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്, ഓർ ദിസ് ഇസ് ട്വൈസ് ദ വാല്യൂ ഓഫ് SSD. ഓക്കെ, സോ ദ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇസ് ട്വൈസ് ദ വാല്യൂ ഓഫ് SSD. SSDയുടെ ട്വൈസ് ആയിരിക്കും. ദാറ്റ് ഈസ് ISD എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 into SSD ആയിരിക്കും. ഓക്കെ, 2 into SSD. ISD എന്ന് പറഞ്ഞാൽ 2 into SSD ആയിരിക്കും. ഓക്കെ, ദെൻ OSD എന്ന് പറയുന്നത് എന്താണ്? ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിനെയാണ് OSD എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതർ ദാൻ ദിസ് വി ഹാവ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഉണ്ട്. ദെൻ സേഫ് സൈഡ് ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ സെക്ഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, so first is stopping side distance, that is SSD. ഓക്കെ, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് SSD. ഓക്കെ, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? വെഹിക്കിളിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ. ഓക്കെ, ഒരു പേഴ്സൺ മുമ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ കണ്ടു. ഓക്കെ, സോ മുമ്പിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് കണ്ടു. സോ ആ ഒരു ഒബ്ജക്റ്റ് കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു വെഹിക്കിളിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ, സോ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് കണ്ടു. സോ റിയാക്ഷൻ ടൈം ഒക്കെ കഴിഞ്ഞ്, സോ വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യണം, ദെൻ സ്റ്റോപ്പ് ചെയ്യണം എന്ന് റിയാക്ഷൻ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് കണ്ട് ആ ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ minimum side distance available on a highway at any spot having sufficient length to enable the driver to stop a vehicle traveling at a designed speed safely without collision with any other obstruction. So ഒരു പേഴ്സൺ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കണ്ടു. സോ ആ ഒരു ഒബ്ജക്റ്റിൽ പോയി കൊളൈഡ് ചെയ്യാതെ, കൊളീഷൻ നടക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മിനിമം സൈഡ് ഡിസ്റ്റൻസ്. സോ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ മിനിമം സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ഓൺ എ ഹൈവേ അറ്റ് എനി സ്പോട്ട് ഹാവിംഗ് സഫിഷ്യന്റ് ലെങ്ത് ടു ഇനേബിൾസ് ദ ഡ്രൈവർ ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് എ ഡിസൈൻ സ്പീഡ്. ഓക്കെ, സോ ഡിസൈൻ സ്പീഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു മിനിമം സൈഡ് ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിമം സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ഓൺ എ ഹൈവേ അറ്റ് എനി സ്പോട്സ് ഹാവിംഗ് സഫിഷ്യന്റ് ലെങ്ത് ടു ഇനേബിൾ ദ ഡ്രൈവർ ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് എ ഡിസൈൻ സ്പീഡ് safely without collision with the any other obstructions. Okay, so obstruction ആയിട്ട് ഒബ്ജക്റ്റുമായിട്ട് കൊളൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു മിനിമം സൈഡ് ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനെയൊക്കെയാണ്? ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ. ഓക്കെ, ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ. സോ ദാറ്റ് ഈസ് അതെന്ന് പറയുന്നത് എന്താണ്? സോ ഒരു ഒബ്ജക്റ്റിനെ, ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റിനെ കണ്ടു. ഓക്കെ, സോ എന്താണ്? ഡ്രൈവർ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റിനെ കണ്ടു. ആ ഒരു ഒബ്ജക്റ്റിനെ കണ്ടിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം, വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണം എന്നൊരു ഇമ്പൾസ് ബ്രെയിനിൽ എത്തി. സോ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്നാൽ ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡേഞ്ചറിനെ ഫ്രണ്ടിൽ കണ്ടു. സോ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഇമ്പൾസ് ബ്രെയിനിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമുക്ക് ഇമ്പൾസ് തരുന്ന ആ ഒരു ടൈമിനെയാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ദ ഡ്രൈവർ എന്ന് പറയുന്നത്. ദെൻ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ. ഓക്കെ, സ്പീഡ് ഓഫ് ദ വെഹിക്കിളിനനുസരിച്ച് ആണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നിൽക്കുന്നത്. ഓക്കെ, സോ ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ കൂടുതലാണെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് അതായത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്താലും എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്സ്. ഓക്കെ, സോ ഫ്രിക്ഷൻ. ഓക്കെ, അതായത് ബ്രേക്സ് 100% എഫിഷ്യന്റ് ആണെങ്കിൽ സോ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്താണ്? സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ 100% എഫിഷ്യൻസി ഇല്ലെങ്കിൽ എന്തായി? അത് ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞാണ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ കൂടുതലാണെങ്കിലോ പെട്ടെന്ന് തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ആവും.
ഫ്രിക്ഷൻ കുറവാണെങ്കിലോ എന്ത് സംഭവിക്കും? കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഗ്രേഡിയന്റ് ഓഫ് റോഡ്. ഗ്രേഡിയന്റ് ഓഫ് റോഡ്. ഓക്കെ, ഗ്രേഡിയന്റ് ഓഫ് റോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ലെവൽ ചേഞ്ചസ്, അതിനെയാണ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രേഡിയന്റിനനുസരിച്ച് സോ ഇപ്പോൾ ഒരു ഇറക്കത്തിലാണ് നമ്മൾ നമ്മുടെ വർക്കുകൾ മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇറക്കത്തിലാണ് വർക്കുകൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഒബ്ജക്റ്റിനെ കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അവിടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. സോ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. എന്നാൽ ഒരു കയറ്റത്തിലാണെങ്കിലോ അവിടെ എന്താണ് പെട്ടെന്ന് വണ്ടി നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, അതൊക്കെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ പറയുന്നതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം. സോ the time taken from the instant the object is visible to the driver to the instant when the brakes are effectively applied. So ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്? സോ നമ്മളൊരു ഒബ്ജക്റ്റിനെ കണ്ടു, മുന്നിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കണ്ടു. സോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ബ്രെയിനിൽ ഇമ്പൾസ് ചെന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ടൈം ടേക്കൺ ഫ്രം ദ ഇൻസ്റ്റന്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് വിസിബിൾ. ഓക്കെ, സോ ഒബ്ജക്റ്റിനെ കണ്ടിട്ട് ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഡ്രൈവേഴ്സ് റിക്വയർസ് അബൌട്ട് 1.5 to 2 seconds under normal conditions. Okay, so the drivers requires about 1.5 to 2 seconds under the normal conditions. So the reaction time എത്ര വേണം? 1.5 to 2 seconds ആണ് റിയാക്ഷൻ ടൈം. സോ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈം, ദാറ്റ് ഈസ് റിയാക്ഷൻ ടൈം. ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ടൈം, റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ 1.5 to 2 seconds ആണ്. ഓക്കെ, ദെൻ IRC suggests a reaction time of 2.5 seconds. So IRC കോഡ് അനുസരിച്ച് റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? 2.5 seconds ആണ്. ഓക്കെ, സോ ദ റിയാക്ഷൻ ടൈമിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1.5 to 2 seconds ആണ് ഡ്രൈവറിന് വേണ്ടത്. ദെൻ IRC കോഡ് അനുസരിച്ച് എത്രയാണ് പറഞ്ഞത്? 2.5 seconds ആണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ ടോട്ടൽ റിയാക്ഷൻ ടൈം മേ ബി സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു 4 components based on PIV തിയറി. ഓക്കെ, സോ ദ PIV തിയറി അനുസരിച്ച് ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ 4 components ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ PIV തിയറി അനുസരിച്ച് എന്താണ്? ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ 4 components ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതാണ് ഇനി പറയുന്നത്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഈസ് ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ. ഓക്കെ, സോ ദ ഇവിടെ പറഞ്ഞത് ടോട്ടൽ റിയാക്ഷൻ ടൈം മേ ബി സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു 4 components based on the PIV തിയറി. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് സ്പീഡ് ഓഫ് വെഹിക്കിൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കിയത് ഏതായിരുന്നു? ടോട്ടൽ റിയാക്ഷൻ ടൈം ആയിരുന്നു. ദെൻ നമ്മൾ നോക്കുന്നതാണ് സ്പീഡ് ഓഫ് വെഹിക്കിൾ. സോ ദ ഹയർ ദ സ്പീഡ് മോർ ടൈം വിൽ ബി റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ഓക്കെ, സ്പീഡ് കൂടുതലായി നമ്മൾ പറഞ്ഞു. ഹയർ ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ ആണ് നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. സോ ദ സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, സോ ദ ഹയർ ദ സ്പീഡ് മോർ ടൈം വിൽ ബി റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ഓക്കെ, ഹയർ സ്പീഡ് ആണെങ്കിൽ എന്താണ്? മോർ ടൈം ടേക്ക് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ഓക്കെ, ഹെൻസ് ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ആസ് സ്പീഡ് ഇൻക്രീസസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. സോ മെയിൻ ആയിട്ട് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ആസ് ദ സ്പീഡ് ഇൻക്രീസസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇൻക്രീസ്. സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്, സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നതാണ് എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്സ്. സോ 100% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വണ്ടി സ്റ്റോപ്പ് ആവും. ദെൻ 100% എഫിഷ്യൻസി ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കും? കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ ദ എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ് ഓഫ് ദ വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സ് എക്സെട്ര. സോ എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്സിന്റെ എഫിഷ്യൻസി നിൽക്കുന്നത് എന്തിനനുസരിച്ചാണ്? ഏജ് ഓഫ് ദ വെഹിക്കിൾ. സോ ഒരുപാട് പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്? എഫിഷ്യൻസി കുറവായിരിക്കും. ദെൻ അതിന്റെ വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഏജ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് ദ വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് എഫിഷ്യൻസി നിൽക്കും. ഓക്കെ, ദെൻ ഇഫ് ദ ബ്രേക്സ് എഫിഷ്യൻസി ഈസ് 100%,
the vehicle will stop the moment the brakes are applied. So നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 100% എഫിഷ്യൻസി ആണെങ്കിൽ എന്താണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വണ്ടി എന്താ ചെയ്യും സ്റ്റോപ്പ് ആവും. ഓക്കെ, then but practically it is not possible to achieve 100% brake efficiency. So പ്രാക്ടിക്കൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് 100% ബ്രേക്ക് എഫിഷ്യൻസി കിട്ടില്ല. ഓക്കെ, so therefore the side distance required will be more when the efficiency of the brakes are less. So therefore the side distance required will be more when the efficiency of the brakes are less. So efficiency കുറവാണെങ്കിൽ എന്താണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആയിരിക്കും. ഓക്കെ, സോ ദ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മോർ ആയിരിക്കും when the efficiency of the brakes എന്ന് പറഞ്ഞാൽ ലെസ് ആണെങ്കിൽ. ഓക്കെ, then also for safe geometric design we assume that the workers have only 50% ബ്രേക്ക് എഫിഷ്യൻസി. സോ ദ സേഫ് ജോമെട്രിക് ഡിസൈൻ. സോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, സോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് 50% ബ്രേക്ക് എഫിഷ്യൻസി ഉള്ളൂ എന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ എന്നാലാണ് നമുക്ക് സേഫ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി സേഫ് ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് 50% ബ്രേക്ക് എഫിഷ്യൻസി ഉള്ളൂ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, then നെക്സ്റ്റ് വരുന്നതാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ്. ഓക്കെ, സോ ദ ടയേഴ്സ് ആൻഡ് റോഡിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. സോ ഫ്രിക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് വണ്ടി നിൽക്കും. ഓക്കെ, ഫ്രിക്ഷൻ കുറവാണെങ്കിലോ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കൂടും. ഓക്കെ, സോ ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദ റോഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ to bring the vehicle to stop. Okay, then when the frictional resistance is more, so frictional resistance എന്ന് പറയുന്നത് എന്താണ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും വെഹിക്കിൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇറ്റ് സ്റ്റോപ്സ് ദ വെഹിക്കിൾ സ്റ്റോപ്സ് ഇമ്മീഡിയറ്റ്ലി. then ഇതാണ് മെയിൻ ആയിട്ട് പറയുന്ന പോയിന്റ്. ദാറ്റ് ഈസ് when the frictional resistance is more the vehicle will stops immediately. then according to IRC specification അനുസരിച്ച് the value of longitudinal friction between is 0.35 to 0.4. Okay, so the IRC has specified the value of longitudinal friction in between is 0.35 to 0.4. 0.35 to 0.4 ആണ് എന്താണ് longitudinal friction പറയുന്നത്. ഓക്കെ, സോ ടയേഴ്സ് ആൻഡ് റോഡ് തമ്മിലുള്ള longitudinal friction പറയുന്നത് എത്രയാണ് 0.35 to 0.4 ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഗ്രേഡിയന്റ് ഓൺ ദ road. Okay, gradient on road. Okay, while climbing up a gradient the vehicle stops immediately. So നമ്മളൊരു ഗ്രേഡിയന്റിൽ നമ്മളൊരു കയറ്റം കയറുവാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് വെഹിക്കിൾ നിൽക്കും. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും ഗ്രേഡിയന്റിലാണെങ്കിൽ. ഓക്കെ, സോ therefore എന്താണ് ക്ലൈംബിംഗ് അപ്പ് എ ഗ്രേഡിയന്റ് ദ വെഹിക്കിൾ എന്ന് പറയുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. then therefore സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ലെസ് ആയിരിക്കും. ഓക്കെ, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കുറച്ച് മതി. ഓക്കെ, ദെൻ ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ആണ് ഇവിടെ. ഫസ്റ്റ് വൺ അസെൻഡിങ് ഗ്രേഡിയന്റ് കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഡിസെൻഡിങ് ഗ്രേഡിയന്റ് ആണെങ്കിലോ അവിടെ എന്ത് സംഭവിക്കും ഗ്രാവിറ്റി ഓൾസോ കംസ് ഇൻ ടു ആക്ഷൻ. സോ അവിടെ ഗ്രാവിറ്റിയും കൂടെ വരും. ഓക്കെ, ഗ്രാവിറ്റിയും കൂടെ വരും. ദെൻ ആൻഡ് ഓൾസോ മോർ ടൈം വിൽ ബി റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ഓക്കെ, സോ അവിടെ എന്ന് പറഞ്ഞാൽ വെഹിക്കിളിന് കൂടുതൽ എന്ത് വേണം ടൈം വേണം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ SST റിക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ ഹൈ ആയിരിക്കും. ഓക്കെ, സോ എന്താണ് ഗ്രേഡിയന്റ് ഓൺ റോഡ് എന്ന് പറയുന്നത് എന്താണ് സോ ഒരു അസെൻഡിങ് ഗ്രേഡിയന്റ് ആണെങ്കിൽ അവിടെ എന്താണ് അസെൻഡിങ് ഗ്രേഡിയന്റ് ആണെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും. സോ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ലെസ് ആയിരിക്കും. ദെൻ ഒരു ഡിസെൻഡിങ് ഗ്രേഡിയന്റിലാണെങ്കിൽ മോർ ടൈം വേണം. സോ അവിടെ ഒരു ഗ്രാവിറ്റി കൺസിഡറേഷൻ കൂടെ വരും. ദെൻ അവിടെ വെഹിക്കിളിന് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് മോർ ടൈം വേണം. സോ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിങ് പറയുന്നത്. ദെൻ സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫസ്റ്റ് നമ്മൾ നോക്കിയതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം. സോ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഫസ്റ്റ് ഫാക്ടർ പറയുന്നതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. സോ ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതായത് നമ്മൾ ഫ്രണ്ടിലുള്ളൊരു വെഹിക്കിൾ അതായത് ഡ്രൈവർ ഫ്രണ്ടിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കണ്ടു. ആ ഒബ്ജക്റ്റിനെ കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, then the drivers requires about 1.5 to 2 seconds under normal condition. So normal condition 1.5 to 2 seconds ആണ് വേണ്ടത്. then IRC സ്പെസിഫിക്കേഷൻ അനുസരിച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2.5 seconds ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, then total reaction time may be split up into 4 components ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് PIEV തിയറി അനുസരിച്ച്. സോ അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് സ്പീഡ് ഓഫ് വെഹിക്കിൾ. ഓക്കെ, സ്പീഡ് ഓഫ് വെഹിക്കിളിനനുസരിച്ച് എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സ്പീഡ് കൂടുതലാണെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. ദെൻ സ്പീഡ് കുറവാണെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ഓക്കെ, സോ ദ ഹയർ ദ സ്പീഡ് ആണെങ്കിൽ മോർ ടൈം വിൽ ബി റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ വെഹിക്കിൾ. സോ ആസ് ദ സ്പീഡ് ഇൻക്രീസസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്സ്. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ആവും. ഓക്കെ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. ഓക്കെ, ദെൻ 100% ബ്രേക്ക് എഫിഷ്യൻസി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താലും കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. സോ അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഓക്കെ, സോ എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്സ് ഡിപ്പെൻഡ്സ് ഓൺ ഏജ് ഓഫ് ദ വെഹിക്കിളിനനുസരിച്ചും ദെൻ വെഹിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ 100% ബ്രേക്ക് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യും. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ദെൻ 100% എഫിഷ്യൻസി ഇല്ലെങ്കിലോ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കൂടുതൽ വേണം വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ സോ ഓൾസോ ഫോർ ദ സേഫ് ജോമെട്രിക് ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്തായിരിക്കും? 50% ബ്രേക്ക് എഫിഷ്യൻസി ആയിട്ടായിരിക്കും സേഫ് ജോമെട്രിക് ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫിഷ്യൻസി ഓഫ് ദ ബ്രേക്സ് എന്ന് പറയുന്നത് എടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ടയേഴ്സ് ആൻഡ് ദ റോഡ്സ്. സോ ടയേഴ്സ് ആൻഡ് ദ റോഡ്സ് തമ്മിലുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, സോ റെസിസ്റ്റൻസ് അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രേക്ക് അപ്ലൈ ചെയ്താലും പെട്ടെന്ന് വണ്ടി നിൽക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താലും കൂടുതൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് വേണം വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ വെൻ ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈസ് മോർ ദ വെഹിക്കിൾ സ്റ്റോപ്സ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വാല്യൂ ടേക്ക് ചെയ്യുന്ന എത്രയാണ്? എടുക്കുന്നത് എത്രയാണ്? 0.35 to 0.4 ആണ് ബിറ്റ്വീൻ ടയേഴ്സ് ആൻഡ് റോഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കിയതാണ് ഗ്രേഡിയന്റ് ഓൺ റോഡ്. സോ ദ അസെൻഡിങ് ഗ്രേഡിയന്റ് ആണെങ്കിൽ അവിടെ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വണ്ടി സ്റ്റോപ്പ് ആവും. ദെൻ ഡിസെൻഡിങ് ഗ്രേഡിയന്റിൽ അവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കുറവാണ്, ലെസ് ആയിരിക്കും. ദെൻ ഡിസെൻഡിങ് ഗ്രേഡിയന്റിലാണെങ്കിലോ വണ്ടി പതുക്കെയാണ് നിൽക്കുള്ളൂ. അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ വരും. സോ വണ്ടി പതുക്കെയാണ് നിൽക്കുള്ളൂ. അവിടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞാണ് PIV തിയറി നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിൽ പറയുന്ന ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ പെർസെപ്ഷൻ ടൈം ദറ്റ് ഈസ് PIV ടൈം പ്ലസ് ബ്രേക്ക് റിയാക്ഷൻ ടൈം PIEV ടൈം. ഓക്കെ, സോ ദ എന്താണ് പറയുന്നത്? ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ ദറ്റ് ഈസ് പെർസെപ്ഷൻ ടൈം ഈസ് ഈക്വൽ ടു ടോട്ടൽ റിയാക്ഷൻ ടൈം ഈസ് ഈക്വൽ ടു പെർസെപ്ഷൻ ടൈം PIEV ടൈം പ്ലസ് ബ്രേക്ക് റിയാക്ഷൻ ടൈം PIEV ടൈം. ഓക്കെ, അതിനെ പറയാം. സോ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ എന്തായിട്ട് പറയാം? റിസപ്ഷൻ ടൈം പ്ലസ് ബ്രേക്ക് റിയാക്ഷൻ ടൈം എന്ന് പറയാം. സോ ദ PIV ടൈം എന്ന് പറയുന്നത് എന്താണ്? P എന്ന് പറയുന്നത് എന്താണ്? പെർസെപ്ഷൻ. ദെൻ I എന്ന് പറയുന്നത് ഇന്റലക്ഷൻ. ദെൻ E എന്ന് പറയുന്നത് ഇമോഷൻ. V എന്ന് പറയുന്ന വൊളീഷൻ. ഓക്കെ, സോ ദ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ എന്തെന്ന് പറയാം? പെർസെപ്ഷൻ ടൈം പ്ലസ് ബ്രേക്ക് റിയാക്ഷൻ ടൈം എന്ന് പറയാം. പെർസെപ്ഷൻ ടൈം പ്ലസ് ബ്രേക്ക് റിയാക്ഷൻ ടൈം എന്ന് പറയാം. ദെൻ ഈ PIEV ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? P എന്ന് പറയുന്നത് പെർസെപ്ഷൻ. ദെൻ I എന്ന് പറയുന്നത് എന്താണ്? ഇന്റലക്ഷൻ. ദെൻ E എന്ന് പറയുന്നത് ഇമോഷൻ. V എന്ന് പറയുന്നത് എന്താണ്? വൊളീഷൻ. ഓക്കെ, സോ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം റിക്വയർഡ് ഫോർ ദ സെൻസേഷൻ റിസീവ്ഡ് ബൈ ദ ഐസ് ഓർ ഇയേഴ്സ് ഓഫ് ദ ഡ്രൈവേഴ്സ് ടു ബി ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ ത്രൂ ദ നെർവ്സ് system and spinal cord or into the time required to perceive an object or situation. Okay, so perception time എന്ന് പറഞ്ഞാൽ എന്താണ്? The time required for the sensation received by the ears or eyes or ears. Okay, eyes or ears സെൻസേഷൻസ് റിസീവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. സോ നമ്മളൊരു മുമ്പിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുവോ അല്ലെങ്കിൽ ഒരു ഡേഞ്ചറിനെ കേൾക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിനെ, ആ ഡ്രൈവർ എടുക്കുന്ന ടൈമിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ. സോ ദ ടൈം റിക്വയർഡ് ഫോർ ദ സെൻസേഷൻ റിസീവ്ഡ് ബൈ ദ ഐ ഓർ ഇയർ. സോ ഐ ഓർ ഇയർ റിസീവ് ചെയ്ത ആ സെൻസേഷൻ എവിടെ എത്തണം? ബ്രെയിനിൽ എത്തണം. ഓക്കെ, ഓഫ് ദ ഡ്രൈവർ ടു ബി ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ ത്രൂ ദ നെർവ് സിസ്റ്റം ഓർ സ്പൈനൽ കോഡ്. ഓക്കെ, സ്പൈനൽ കോഡ് വഴിയോ അല്ലെങ്കിൽ നെർവ് സിസ്റ്റം വഴിയോ ബ്രെയിനിൽ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈം. ഓക്കെ,
or it is the time required to receive an object or a situation. Okay, perceive an object or situation. So ഇത്രയേ ഉള്ളൂ പെർസെപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം. നമ്മൾ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡേഞ്ചറിനെ നമ്മൾ കണ്ടു. ഓക്കെ, സോ കണ്ട ആ ഒരു ഒബ്ജക്റ്റിന്റെ ആ സെൻസേഷൻ നമ്മൾ എന്താണ് ഇമ്പൾസ് സ്പൈനൽ കോഡ് വഴിയോ അല്ലെങ്കിൽ നെർവ് സിസ്റ്റം വഴിയോ നമ്മുടെ ബ്രെയിനിൽ ചെന്ന് എത്താൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്റലക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ഡ്രൈവർ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഇറ്റ് ഈസ് ഓൾസോ ദ ടൈം റിക്വയർഡ് ഫോർ കമ്പയറിംഗ് ദ ഡിഫറെന്റ് തോട്ട്സ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് പെർസെപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ അവിടെ ബ്രെയിനിൽ എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം. ഓക്കെ, ദെൻ ഇന്റലക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ആ സിറ്റുവേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ ഡ്രൈവർ എടുക്കുന്ന ആ ഒരു ടൈം. ഓക്കെ, സോ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം. സോ അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നു ബ്രെയിനിൽ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ടൈം റിക്വയർഡ് ടു കമ്പയറിംഗ് ദ ഡിഫറെന്റ് തോട്ട്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ടൈമിനെയാണ് ഇന്റലക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇമോഷൻ ടൈം. ഇമോഷൻ ടൈം എന്ന് പറഞ്ഞാൽ ദ ടൈം ഇലാപ്സ്ഡ് ഡ്യൂറിംഗ് ഇമോഷണൽ സെൻസേഷണൽ and other mental disturbance such as fear, anger and any other emotional feelings, superstition, etc. Okay, so the എന്താണ് ഇമോഷൻ ടൈം എന്ന് പറഞ്ഞാൽ സോ ഇന്റലക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം. ദെൻ ഇമോഷണൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഫിയർ അല്ലെങ്കിൽ ആങ്കർ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു ഫിയർ ഒരു ആങ്കർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് ഇമോഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞാൽ വൊളീഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ ഡ്രൈവർ ഫോർ എ ഫൈനൽ ഡിസിഷൻ സച്ച് ആസ് ബ്രേക്ക് ആപ്ലിക്കേഷൻ. സോ ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ ഡ്രൈവറിന് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈമിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ വൊളീഷൻ ടൈം എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ദ ഫൈനൽ ഡിസിഷൻ സച്ച് ആസ് ബ്രേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം, ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്ന് ഡിസിഷൻ എടുക്കാൻ ഡ്രൈവറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് വൊളീഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ എത്രയാണ് പി ഐ വി തിയറിക്കകത്ത് പറയുന്നത്. സോ PIV ടൈം എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊളീഷൻ. സോ പെർസെപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത് ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ ദ സെൻസേഷൻ റിസീവ്ഡ് ബൈ ദ ഐ ഓർ ഇയേഴ്സ് of the driver to be transmitted to the brain through the nerve system and spinal cord. So spinal cord വഴി അല്ലെങ്കിൽ nerve system വഴി ബ്രെയിനിൽ പോയി ആ നമ്മൾ കണ്ട ആ ഒരു എന്താണ് നമ്മുടെ ഐസ് കൊണ്ട് കണ്ട ഒരു സെൻസേഷനെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ദെൻ ഇന്റലക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം. ദെൻ ഇമോഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഫിയർ ഓർ ആങ്കർ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈം. ദെൻ വൊളീഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡിസിഷൻ, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് വൊളീഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ.